ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു അടിസ്ഥാന ശിലകൾ പൊതുവെ പറയുമ്പോൾ ഒരുപാട് ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാദ്വൈതം തുടങ്ങി നിരവധി ശാഖകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ക്ഷേത്രങ്ങളൊരു പ്രധാന കേന്ദ്രങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് പല ക്ഷേത്രങ്ങളും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു സമൂഹത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനോ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊന്നും പല ക്ഷേത്രങ്ങളിലുമില്ല. ദേവസ്വം ബോർഡ് അതിനുള്ള ഇത് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ഹിന്ദുമത മഹാമണ്ഡലം ആ ഒരു സമയത്ത് ഇവർ രണ്ടും പ്രഖ്യാപിച്ച അല്ലെ NSS SNDP പ്രഖ്യാപിച്ചതിലൊന്ന് ഈ ഒരു പഠനം ആയിരുന്നു. പക്ഷേ അതൊന്നും ഇങ്ങോട്ട് തുടരാൻ സാധിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന്? ഹിന്ദു സമൂഹം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ യഥാർത്ഥ വസ്തുതകൾ അവർക്ക് കിട്ടുന്നില്ല. വളരെ എന്താ പറയുക, പ്രത്യേകിച്ച ലക്ഷ്യത്തോടു കൂടി തയ്യാറാക്കിയിട്ടുള്ള സിലബസ്, ആ സിലബസിലൂടെ ഒരു ഹിന്ദുവിനെ അഹൈന്ദവൽക്കരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പിടിമുറുക്കിയിട്ടുള്ളത് ഈ പറയുന്ന മേഖലകളിലൊക്കെ പിടിമുറുക്കിയിട്ടുള്ളത് ഈ സ്കൂൾ ഓഫ് തോട്ടിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. ഇതിന് പരിഹാരം കാണേണ്ടത് ഹിന്ദു സംഘടനകളാണ്, ഹൈന്ദവ സമൂഹമാണ്. അതിന് പരിഹാരം കാണാനായിട്ടുള്ള പ്രായോഗികമായ പരിശ്രമങ്ങൾ, അതിനാണ് യഥാർത്ഥത്തിൽ ബാലഗോകുലം പോലുള്ള സംഘടനകൾ തുടക്കത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. പക്ഷേ ആ പ്രവർത്തനം കൂടുതൽ ശക്തമാകേണ്ടതുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മതപാഠശാലകൾ തുടക്കത്തിൽ വളരെ നല്ല രീതിയിൽ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ചുമതലയിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ ആഹ്വാനപ്രകാരം തുടങ്ങി വെച്ച പല മതപാഠശാലകളും നിന്നുപോയി. അടിസ്ഥാന പ്രശ്നം ഹിന്ദുക്കൾക്ക് ഈ കാര്യത്തിൽ ഇത് വേണ്ടതാണെന്നൊരു തോന്നലുണ്ടാവുക എന്നുള്ളതാണ്. രക്ഷകർത്താക്കൾക്ക് ഇത് വേണ്ടതാണെന്ന് തോന്നൽ വേണം. ഹിന്ദു സമൂഹത്തിന് എല്ലാത്തിനോടും ഒരു ഉദാസീന മനോഭാവമാണ്. ആ ഉദാസീന മനോഭാവം ഹിന്ദുക്കൾ വെടിഞ്ഞേ പറ്റൂ. ഗുരുദേവനൊക്കെ ശ്രമിച്ചത് അതായിരുന്നു. കൃഷി, വ്യവസായം, സംഘടിച്ച് ശക്തരാവുകിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുകിൻ എന്ന് ഗുരുദേവൻ പറയുമ്പോൾ ഹിന്ദുക്കളെ ബാധിച്ച ഈ അടിമത്തത്തിനും അല്ലെങ്കിൽ ഈ പിന്നോക്കാവസ്ഥയ്ക്കും കാരണം ഹിന്ദു സമൂഹത്തിന് ഉള്ള ഈ ഉദാസീനതയാണ്. എല്ലാത്തിനോടും ഉദാസീനതയാണ്. അതൊരു പക്ഷേ സനാതനധർമ്മത്തിൽ ഈ പറയുന്ന തരത്തിൽ അതിലൂടെ കടന്നു വന്ന ഹൈന്ദവ സമൂഹം അവർക്ക് കൗബീനവന്ത ഖലുഭാഗ്യവന്ത, കോണകം മാത്രം ഉണ്ടെങ്കിലും അത് ഭാഗ്യമാണ് എന്ന് ചിന്തിച്ച ഒരു സമൂഹം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ആത്യന്തികമായി ഇതെല്ലാം നശ്വരങ്ങളാണ്, അനശ്വരമല്ല, നശിച്ചു പോവും. പിന്നെന്തിനാണ് സമ്പത്ത്? എന്തിനാണ് പണം സമ്പാദിക്കുന്നതിൻ്റെ കാര്യം? എന്താണ്? ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി ഹിന്ദുക്കളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഏതായാലും കേരളത്തിലെ ഹൈന്ദവ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ആധ്യാത്മികമായ ഹിന്ദു സമൂഹത്തിൻ്റെ ലാക്ക് ഓഫ് നോളജ്. അതിന് പരിഹാരം കാണാൻ ഹൈന്ദവ സംഘടനകൾ കൂട്ടായി ശ്രമിക്കേണ്ടതുണ്ട്. NSSും SNDPയും വിവിധ ക്ഷേത്ര സംഘടനകളും ഒക്കെ ഒരുമിച്ച് ഇത്തരത്തിൽ അതാത് മേഖലയിലെങ്കിലും ഈ കാര്യത്തിന് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തണം. അതിന് ബാലഗോകുലം പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം, മതപാഠശാലകളുടെ പ്രവർത്തനം, ഇതൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയൂ. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.